ഹായ്, നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ അതിൻ്റെ ഉയർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഫിലിപ്പ് ഫിഷർ തൻ്റെ ബുക്കിൽ പറഞ്ഞ ഈ 15 പോയിന്റുകൾ നിങ്ങളെ സഹായിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ആ പോയിന്റുകൾ ഏതെല്ലാമെന്ന്. ഒന്നാമത്തെ പോയിന്റ്, ഹ്യൂജ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. അതായത് ആ കമ്പനി ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയിലാണോ, അത് ഗ്രോ ചെയ്യാനുള്ള അവസരമുള്ള ഒരു ഇൻഡസ്ട്രിയിലാണോ ആ ഒരു കമ്പനി ഉള്ളതെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നെക്സ്റ്റ്, ആ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. മൂന്നാമത്തെ പോയിന്റ്, സ്ട്രോങ് R&D ആണ്. അതായത് അവർ R&D സെഗ്മെന്റിലേക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കാം. നാലാമത് നോക്കേണ്ടത് പവർഫുൾ ആയിട്ടുള്ള ഒരു സെയിൽസ് ടീം. അതായത് അവരുടെ റവന്യൂ ഗ്രോത്ത് തരാൻ കഴിവുള്ള ഒരു സെയിൽസ് ടീം അവർക്കുണ്ട്, അല്ലെങ്കിൽ ആ സെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഹൈ പ്രോഫിറ്റ് മാർജിൻസ്. അതായത് പ്രോഫിറ്റ് മാർജിൻ നല്ലതായിട്ടുള്ള കമ്പനിയാണോ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് നോക്കണം. കാരണം കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രോഫിറ്റ് മാർജിൻസ്. നെക്സ്റ്റ്, ഇംപ്രൂവിങ് എഫിഷ്യൻസി. അതായത് അവരുടെ കോസ്റ്റ് കട്ടിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതുവഴി അവരുടെ നെറ്റ് പ്രോഫിറ്റ് വളർത്താൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട ചെക്ക് ലിസ്റ്റ് ആണ് ഹാപ്പി എംപ്ലോയീസ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടോ എന്നുള്ളതാണ് അവർക്ക്. അടുത്തത് സ്ട്രോങ് ലീഡർഷിപ്പ്. അവരുടെ മാനേജ്മെൻറ്റ് വിഷനറി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യം നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിയെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഡെപ്ത് ഇൻ മാനേജ്മെൻറ്റ്. അതായത് ഈ ഒരു കമ്പനി ഒറ്റ ഒരാളാണോ, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് പിന്നിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി 10ാമത്തെ പോയിന്റ്, ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. അതായത് അവരുടെ മണി അവർ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. 11ാമത്തെ പോയിന്റ്, ഇൻഡസ്ട്രി അഡ്വാൻറ്റേജ്. അതായത് ആ ഇൻഡസ്ട്രിയിൽ അവരെ യുണീക്ക് ആക്കുന്ന എന്താണ് പ്രത്യേകതയുള്ളത്, ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാമത്തെ പോയിന്റ്, ലോങ് ടേം തിങ്കിങ്. അതായത് അവർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കമ്പനിയാണോ എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. 13ാമത്തെ പോയിന്റ്, സ്മാർട്ട് ഫിനാൻസിങ്. അതായത് എക്സസീവായിട്ട് ഓവർ സ്റ്റോക്ക് ഡൈല്യൂഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു കമ്പനിയാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഫൈനാൻസിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത 14ാമത്തെ പോയിന്റ്, ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് അവർ എന്തെങ്കിലും കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കമ്പനിയെ പറ്റി ശ്രദ്ധിക്കേണ്ടതാണ്. ലാസ്റ്റ് പോയിന്റ്, 15ാമത്തെ പോയിന്റ്, എത്തിക്കൽ ആയിട്ടുള്ള ലീഡർഷിപ്പാണ്. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കമ്പനിയുടെ ഫിനാൻസും മാനേജ്മെൻറ്റ് ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് തോന്നുന്ന കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.